കുട്ടി, മൊഴിയെടുപ്പ് കഴിയുന്നവരെ ഒന്ന് പുറത്ത് നിൽക്കൂ. ഡോക്ടർ, ഒരാൾമാറാട്ടത്തിന് നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നത് വിചിത്രമാണ്. സ്വന്തം മോളെ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ എനിക്കിതല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ ഒരു ഗതികെട്ട അമ്മയായി പോയി ഞാൻ. എക്സ്ക്യൂസ് മീ. എന്താ സാർ? ഇവിടെ അഡ്മിറ്റ് ചെയ്ത ശ്യാമ മേഡം അല്ലേ? ഒ പിയിൽ തന്ന ഫോൺ നമ്പർ തെറ്റായിരുന്നു എന്നൊരു ഡൗട്ട്. നല്ല തിരക്കായിരുന്നല്ലോ. ഞാൻ നോക്കാം സാർ. സർ, പേര് ശ്യാമ, വയസ്സ് 46. ഇത് തന്നെയല്ലേ സാർ? ആ, അല്ല, ഈ ഫോൺ നമ്പറിന്റെ കാര്യം മാത്രമായിരുന്നു ഡൗട്ട്. നോക്കട്ടെ സാർ. 98 46. സർ, ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഏയ് ഇല്ല, അത് ഓക്കെയാണ്. ഓക്കെ സർ. അമൃത മേഡം നല്ല ടെൻഷനായിരുന്നോണ്ടാ ഓക്കെ. ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ ശരി, സർ, വെൽക്കം. ആ. എന്തിനാ കരയുന്നേ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഒരു ചെറിയ മുറിവേ ഉള്ളൂ. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ഒരു വിലയും കൽപ്പിക്കാതെ. എന്റെ ജീവൻ എന്താ വില? നിനക്കെന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ ജീവനോട്ടുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? എന്റെ ഭാഗ്യം, ദൈവത്തെ പോലൊരാള് ഇങ്ങനെ കൂടെ ഉണ്ടാവുന്ന. മോളിവിടെ ഇരിക്ക. ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്തില്ല. ഒരുപാട് വൈകിയ ദൈവം എനിക്ക് അവസരം തന്നത്. എന്താ മാഡം പറഞ്ഞേ? ഒന്നുമില്ല മോളെ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഞാൻ കൂടെ വന്ന് നിന്നോളാം. ഞാൻ നോക്കിക്കോളാം. എനിക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ച പോലെയാണല്ലോ പറയുന്നേ. ഈ നിലയ്ക്ക് ആ വെടിയുണ്ട എന്റെ നെഞ്ചിലാണ് കൊണ്ടതെങ്കിലോ? മോളെ, കരയാതിരിക്ക. കരയല്ലേ? എന്തിനാ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നത്? അങ്ങനെയൊന്നും പറ്റില്ല. എന്റെ കണ്ണനോട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നല്ലേ. ഇത് കണ്ണന്റെ ഒരു നോട്ടക്കുറവ്, അത്രേ ഉള്ളൂ. ഒരമ്മയുടെ സൗഭാഗ്യം എന്താണെന്നറിയോ? ഒന്നാമത് മക്കള് സന്തോഷത്തോടെ ജീവിക്കുന്നത്, അവരുടെ മുഖത്തുനിന്ന് ഒരിക്കലും ചിരി മാറാതെ നിൽക്കുന്നത്. പിന്നെ
ദേ ഇതുപോലെ ഒന്ന് കാലിടറിയെന്ന് കേൾക്കുമ്പോ വന്ന് കാവലിരിക്കുന്നത്. ഒരു ബോധക്കേട് വന്ന് വീണുപോയാ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു തോന്നലുണ്ടാവും, കണ്ണു തുറന്ന് നോക്കുന്നത് മക്കളുടെ മുഖത്ത് തന്നെ ആയിരിക്കുമെന്ന്. അല്ല, വരണ എവിടെ? പുറത്തുണ്ട്. ഇനി ഒരുപാട് ശ്രദ്ധിക്കണം. ACPയുടെ അന്വേഷണമൊക്കെ മുറക്കി നടക്കുന്നുണ്ട്. പക്ഷേ കുറ്റവാളി ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. തൊട്ടടുത്തുള്ളവരെ പോലും വിശ്വസിക്കാൻ പാടില്ല. ഏയ്, ഇന്ന് തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. അതെന്താ എത്ര പെട്ടെന്ന്? ബുള്ളറ്റ് ഒരുപാട് അകത്തേക്ക് പോയിരുന്നില്ല, അതുകൊണ്ട് ഇനി ചെറിയ സർജറി ആയിരുന്നു. കുറച്ചു കഴിയുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങാം. വരുൺ, നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പൊക്കോളൂ. ഇല്ല, ഫിദ മാഡത്തിനെ വീട്ടിലൊക്കെ കൊണ്ടൊന്നാക്കിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ആ, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ, പിന്നെന്താ? അല്ല, അത് പറ്റില്ല മാഡം. ഫിദ മാഡം വീട്ടിലെത്തി എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് പോയാലേ എനിക്ക് ശരിയാവുള്ളൂ. വരും അല്ലേ? നിർബന്ധിക്കണ്ട മാഡം. ശരി, ആയിക്കോട്ടെ. ഞാൻ ഫിദയുടെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ. വരും, പൂർണ്ണമായിട്ട് സുഖമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടാൽ മതിയായിരുന്നില്ല. ചിലപ്പോ ഫിദ മാഡം നിർബന്ധിച്ച് പറഞ്ഞാണോന്ന് എനിക്ക് തോന്നുന്നത്. ആ, എടോ, ഡോക്ടർ ഇത്ര ധൈര്യത്തോടു കൂടി പറഞ്ഞതല്ലേ, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കും.